മാധ്യമങ്ങളോട് കടക്ക് പുറത്തെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. എറണാകുളം ഗസ്റ്റ് ഹൌസിൽ നിന്ന് മാധ്യമങ്ങളോട് പുറത്തു പോകാനായിരുന്നു മന്ത്രിയുടെ ആജ്ഞ. മാധ്യമങ്ങളെ പുറത്താക്കണമെന്ന് സുരേഷ് ഗോപി ആവശ്യപ്പെടുകയായിരുന്നുവെന്ന് ഗസ്റ്റ് ഹൌസ് പ്രതിനിധികൾ പറഞ്ഞു. നമുക്ക് ആദ്യം ആ ദൃശ്യങ്ങളൊന്ന് കാണാം. ചോദ്യങ്ങളോട് താങ്കൾ എന്താണ് പ്രതികരിക്കാത്തത്? ഹലോ, എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. സുരേഷ് ഗോപിയുടെ മൗനമായി പറഞ്ഞ കടക്കപ്പുറത്താണ് മാധ്യമപ്രവർത്തകരുടെ ഇപ്പോഴത്തെ പ്രധാന വിഷയം എന്ന് പറയുന്നത്. പക്ഷെ ഇതിനേക്കാൾ മുന്നേ അത്രയും ഗൗരവത്തോടെ, അത്രയും ശൗര്യത്തോടെ, അത്രയും വീര്യത്തോടെ ഒരു കടക്കപ്പുറത്ത് ഈ മാധ്യമപ്രവർത്തകർ കേട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ മുഖ്യന്റെ കയ്യിൽ നിന്ന്. അതായിരുന്നു ശരിയായിട്ടുള്ള കടക്കപ്പുറത്ത്. ആ കടക്കപ്പുറത്ത് കേട്ടിട്ട് ഒന്ന് അനങ്ങാൻ പോലും പറ്റാതെ, തിരിച്ചൊരു ചോദ്യം പോലും ചോദിക്കാൻ നിൽക്കാതെ അവിടെ നിന്നിട്ടുള്ള മാധ്യമപ്രവർത്തകരെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതിനുശേഷം ഈ പറയുന്ന എച്ചിൽ തിന്നുന്ന പട്ടിയുമായി ബന്ധപ്പെടുത്തി അല്ലെങ്കിൽ തെണ്ടി തിന്നൂടെ ഇത്തരത്തിലുള്ള കമന്റുകൾ മാധ്യമപ്രവർത്തകർക്ക് നേരെ നമ്മുടെ രാഷ്ട്രീയ നേതാക്കളിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. എന്നിട്ടും എന്തുകൊണ്ട് സുരേഷ് ഗോപിയുടെ കാര്യം വരുമ്പോൾ മാത്രം ഇവർ ഈ പറയുന്ന കോലം തിരികൊണ്ട് പിറകെ നടന്ന് ശല്യം ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ. അയാളെ ഏറിൽ കയറ്റാൻ വളരെ എളുപ്പമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം മാധ്യമങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയാത്തൊരു വ്യക്തിയാണ് സുരേഷ് ഗോപി എന്നതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഈ കേരളത്തിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം രാഷ്ട്രീയ പാർട്ടി ചൂസ് ചെയ്യുന്നതിന് തൊട്ട് മുൻവരെ അദ്ദേഹം എല്ലാവരും അറിയുന്ന ഒരു വ്യക്തിയാണ്. ഇത് പറയാനുള്ള കാരണം കമന്റ് സെക്ഷനിൽ കണ്ടു, നിങ്ങൾ മാധ്യമപ്രവർത്തകരല്ലേ അയാളെ വലുതാക്കി കൊണ്ടുവന്നത് എന്നുള്ളൊരു സംഭവം. ഈ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിയെ ജാതി മത വ്യത്യാസമില്ലാതെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ചേരിതിരിവും ഇല്ലാതെ എല്ലാ വ്യക്തികളും ഒരുപോലെ ഇഷ്ടപ്പെട്ടിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. എന്നാണോ അദ്ദേഹം ഈ ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് കാൽ വെച്ചത് അന്ന് മുതലാണ് ഈ വിയോജിപ്പ് തുടങ്ങിയതെന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത്. ഇനി ഈ ഇന്നത്തെ ഈ മാധ്യമ പ്രവർത്തകർ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശത്രു ആയാൽ പോലും ഒരു വീഴ്ച സംഭവിക്കുന്ന സമയത്ത്, വല്ലാത്തൊരു ഈ പറയുന്ന എന്തെങ്കിലും ഒരു അപകടം സംഭവിക്കുന്ന സമയത്ത് നമ്മളത് നോക്കി ചിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നതല്ല. നല്ല മനുഷ്യര് അയ്യോ പറ്റിയത് മോശമായി പോയല്ലോ അല്ലെങ്കിൽ നേരെ ആവട്ടെ എന്ന് പറയുന്നതാണ് ഏറ്റവും നല്ല മനുഷ്യത്വം എന്ന് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് നീതികേട് കാണുന്ന സമയത്ത് നമ്മൾ ഈ രാഷ്ട്രീയമോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ജാതിയോ മതമോ നോക്കിയല്ല സംസാരിക്കേണ്ടതെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ഇത് സംസാരിക്കാൻ എനിക്ക് തോന്നുന്ന ഒരു കാര്യമാണ്. കാരണം മറ്റൊരു എംപിമാരടുത്തും കാണിക്കാത്ത ശൗര്യമാണ് മാധ്യമപ്രവർത്തകർ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിയോട് കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു വ്യക്തിക്ക് മാധ്യമങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും കോലും തിരികെ അയാളുടെ വായിലേക്ക് കോലിട്ട് തിരികെ അയാളെ ശല്യം ചെയ്യുന്ന തരത്തിലേക്ക് പോകുന്ന അധപ്പതിക്കുന്ന മാധ്യമ പ്രവർത്തനം അല്ല നമുക്ക് വേണ്ടിയെന്ന് പറയുന്നത്. ജനങ്ങൾക്ക് സത്യമായിട്ടുള്ള വാർത്തകൾ മുന്നിൽ എത്തിച്ചു തരാൻ മാധ്യമപ്രവർത്തകർ വേണമെന്നുള്ളത് ഏറ്റവും വലിയ യാഥാർത്ഥ്യമാണ്. പക്ഷെ ആ മാധ്യമപ്രവർത്തനത്തിന് കൃത്യമായിട്ടുള്ള ഒരു ഡീസൻസി ഉണ്ട്, അല്ലെങ്കിൽ അതിനൊരു കൃത്യമായിട്ട് ഒരു നിലവാരം ഉണ്ടെന്നുള്ളത് മറന്നു പോകുന്ന, റേറ്റിംഗ് മാത്രം മുൻപന്തിയിൽ കാണുന്ന ഒരു മാധ്യമ പ്രവർത്തനത്തെ നമ്മൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതിന് രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ പറയാം. അതായത് വിദൂരതയിൽ നടന്നിട്ടുള്ളൊരു സംഭവം, നമ്മുടെ കർണാടക ലാൻഡ് സ്ലൈഡ് ആരും മറന്നു കാണത്തില്ല, അങ്കോള. അതിൽ മരണപ്പെട്ടു പോയ അർജുനെയും ആരും മറന്നു കാണില്ല, ആ കുഞ്ഞു മകനെയും ആരും മറന്നു കാണത്തില്ല. അച്ഛൻ്റെ ലോറിക്ക് വേണ്ടിയിട്ട് കാത്തിരുന്ന ആ മകൻ എന്ന് പറയുന്നത്. അതുപോലൊരു കളി ലോറിയുമായിട്ട് ഒരു ടോയുമായിട്ട് അവിടേക്ക് ചെന്നൊരു മാധ്യമപ്രവർത്തകയെ നിങ്ങൾ ആരും മറന്നു കാണത്തില്ല. അത് കാണിച്ചുകൊണ്ട് അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ആ കുഞ്ഞു മനസ്സിനെ വേദനിപ്പിച്ച് അതിന് ഇന്റർവ്യൂ എടുത്ത് എയർ ചെയ്ത് ഈ റേറ്റിംഗ് കൂട്ടാൻ നോക്കിയ ഒരു മാധ്യമപ്രവർത്തകയെക്കുറിച്ച് വല്ലാത്ത ചർച്ച നടന്നിരുന്നു. അതെന്ത് മാധ്യമപ്രവർത്തനമാണെന്ന് കൃത്യമായി എല്ലാ മലയാളികളും ഒരുപോലെ ചേർന്ന് നിന്നുകൊണ്ട് പറഞ്ഞതാണ്. ഇതിനേക്കാൾ നല്ലത് തെണ്ടുന്നത് തന്നെയാണെന്നുള്ളത്. ഇനി രണ്ടാമത്, ഈ ഇടയ്ക്ക് നമ്മൾ കണ്ടൊരു തരം താഴ്ന്ന മാധ്യമപ്രവർത്തനം. ഈ അഫാൻ എന്ന് പറയുന്ന പയ്യൻ വെഞ്ഞാറമൂടിൽ നടത്തിയ അരുംകൊല, അതിൽ കാമുകിയായിട്ടുള്ള ഫർസാന എന്ന് പറയുന്ന പെൺകുട്ടിയെ കൊന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ആ പെൺകുട്ടിയുടെ ആങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്യൽ തന്നെയാണ് ഇവർ ചെയ്യുന്നതെന്ന് പറയുന്നത്. പോലീസുകാർ എങ്ങനെയാണോ, പോലീസുകാർ പോലും ഇങ്ങനെ ചോദ്യം ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. അത്രയും രൂക്ഷമായിട്ട് ചോദ്യം ചോദിക്കുന്ന, ഒരു തരത്തിലും ചോദ്യങ്ങൾക്ക് ഒരു നിറവുമില്ലാത്ത രീതിക്ക് നെറുകേട് മാത്രം ചോദിക്കുന്ന മാധ്യമപ്രവർത്തകരെ നമുക്ക് കാണാൻ കഴിയും. അപ്പം അവിടെ ചെന്നുകൊണ്ട് ആ സഹോദരി മരിച്ചതിൽ അത്രയും വേദനയിൽ ഒന്ന് നിൽക്കാൻ പോലും കഴിയാതെ നിന്നിരുന്ന ആ സഹോദരൻ, ആ കുട്ടിയുടെ ആ പയ്യനോട്
കോലും തിരികെ കൊണ്ടുപോയി ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് അത് ചങ്ക് തകർന്ന് അവിടെ നിന്ന് വിറച്ചത് പറഞ്ഞ ആൻസറുകൾ, അതിലപ്പുറത്തേക്ക് അത്രയും ധൈര്യതയോടുകൂടി സ്വന്തക്കാരെ മൊത്തം നോക്കിക്കൊണ്ട് എന്നെ എങ്ങനെയെങ്കിലും കൊണ്ടുപോ എന്നുള്ള രീതിക്ക് പറയുന്ന സമയത്ത്, കയറിപ്പോ എന്ന് ബന്ധുക്കൾ പറയുന്ന സമയത്ത് വീണ്ടും അവരുടെ മുന്നിലേക്ക് ഈ കോലും തിരികൊണ്ട് പോയി വീണ്ടും ക്വസ്റ്റ്യൻ ചെയ്യുന്ന മാധ്യമ പ്രവർത്തനെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പം മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ഡിഗ്നിറ്റി ഉണ്ട്, അതിനൊരു നിലവാരമുണ്ട്, അതിനൊരു അന്തസ്സുണ്ട്. ആ അന്തസ്സിനെ കൃത്യമായിട്ട് കൊണ്ട് ഈ പറയുന്ന കളയുന്ന തരത്തിലുള്ള മാധ്യമ പ്രവർത്തനമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലപ്പുറത്തേക്ക് എനിക്ക് തോന്നുന്നു, ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ചിലയിടത്തു നിന്നെല്ലാം വായിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ മാധ്യമ പ്രവർത്തകർ എല്ലാ മനുഷ്യർക്കും അവരുടേതായിട്ടുള്ള ഒരു രാഷ്ട്രീയമുണ്ട്, ഒരു നിലപാടുണ്ടായിരിക്കും. പക്ഷെ നമ്മൾ മാധ്യമ പ്രവർത്തനത്തിലേക്ക് കടക്കുന്ന സമയത്ത് നമ്മുടെ രാഷ്ട്രീയം വെച്ചുകൊണ്ട്, നമ്മുടെ നിലപാടുകൾ ആ രാഷ്ട്രീയം വെച്ചുകൊണ്ട്, അതിനെ മാത്രം നമ്മുടെ മനസ്സിൽ കിടക്കുന്നത് വെച്ചുകൊണ്ട് മറ്റുള്ളവരെ മൊത്തം ഹരാസ് ചെയ്യുന്ന തരത്തിലേക്ക് പോകുന്നതല്ല യഥാർത്ഥ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത്. എല്ലാ രാഷ്ട്രീയത്തെയും ഒരുപോലെ കണ്ടുകൊണ്ട് നല്ലത് ആര് ചെയ്തു കഴിഞ്ഞാലും നല്ലതെന്ന് പറയും, ചീത്ത നമ്മുടെ പാർട്ടി പറഞ്ഞു കഴിഞ്ഞാലും അതിനെ ചീത്ത എന്ന് തന്നെ പറയുകയും ചെയ്യുന്നതാണ് യഥാർത്ഥ മാധ്യമ പ്രവർത്തനം കാണിക്കേണ്ട ഗട്ട്സ് എന്ന് പറയുന്നത്. അത് ഇന്നത്തെ എത്ര മാധ്യമ പ്രവർത്തകർക്ക് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിരലിൽ എണ്ണാവുന്ന ആൾക്കാരെ മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. ഇത് മാധ്യമ പ്രവർത്തകരുടെ കാര്യത്തിൽ മാത്രമല്ല, ഇന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളക്കരയിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യരുടെ കാര്യം ഇത് തന്നെയാണ്. അവരവർ വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുണ്ട്. ആ രാഷ്ട്രീയ പാർട്ടിയിൽ തെറ്റ് നടക്കാം, നമുക്കറിയാവുന്ന കാര്യമാണ്. ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുമ്പോൾ അതിൽ 100% ആൾക്കാരും ശരി ചെയ്യുന്നവർ മാത്രമല്ല, തെറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, എത്രയോ പേരുണ്ട്. പക്ഷെ എപ്പോഴും നമുക്ക് നമ്മുടെ പാർട്ടിയാണ് വലുത്, നമ്മുടെ പാർട്ടിയെക്കുറിച്ച് മാത്രം നല്ലത് പറയുന്നുള്ള എന്തോ ഒരു വല്ലാത്ത പ്രതിജ്ഞ എടുത്തതുപോലെയാണ് നമ്മുടെ നാട്ടിലെ ആൾക്കാരെന്ന് പറയുന്നത്. മറ്റൊരു പാർട്ടി എന്ന് പറയുന്നത് അവർക്ക് എതിർ പാർട്ടി ശത്രു തന്നെയാണ്. അവരെത്ര നല്ലത് ചെയ്തു കഴിഞ്ഞാലും അത് നല്ലതെന്ന് പറയാൻ അവർ മുതിർന്നു വരത്തില്ല. അത് മാത്രമല്ല, നമ്മൾ ആ പാർട്ടിയെക്കുറിച്ച് നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെയും നല്ലവരായിട്ട് അവർ മാറും. നമ്മൾ മറ്റൊരു പാർട്ടിയെക്കുറിച്ച് എന്തെങ്കിലും നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് മുതൽ നമ്മളെ അവർ ശത്രുപക്ഷത്ത് നിർത്തുകയും ചെയ്യും. ഇതാണ് ഇന്നത്തെ രാഷ്ട്രീയം എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയ ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ പറയട്ടെ, എൻ്റെ രാഷ്ട്രീയത്തെ അളക്കാൻ നിങ്ങൾ ആരും വരണ്ട, നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവുന്നതല്ല. ഈ ഒറ്റ വീഡിയോ കൊണ്ട് മാത്രം കണ്ടതുകൊണ്ട് മാത്രം എൻ്റെ രാഷ്ട്രീയത്തെ തൂക്കാനോ അതിൻ്റെ നിലവാരം അളക്കാനോ നിങ്ങൾക്ക് ആർക്കും കഴിയില്ല. അങ്ങനെ കഴിയണമെങ്കിൽ എൻ്റെ വീഡിയോസ് എല്ലാം ആദ്യം മുതൽ അവസാനം വരെ പരിശോധിക്കുക. ഞാൻ ആരെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് വിമർശനം നടത്തിയ വ്യക്തിയാണ്, ആരെക്കുറിച്ചൊക്കെ അനുകൂലമായിട്ടുള്ള നിലപാടുകൾ എടുത്ത വ്യക്തിയാണെന്ന്. അതിനകത്ത് പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തിയെ അഭിനന്ദിച്ചുകൊണ്ടുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന നമ്മുടെ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ. ഇനി അതിലപ്പുറത്തേക്ക് നമ്മുടെ കോൺഗ്രസുമായി ബന്ധപ്പെട്ട ചില വാർത്തകൾ, അതും അനുകൂലമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇനി BJPയുടെ കാര്യം, അതിലും എന്തൊക്കെയോ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുള്ള സമയത്തും, അത് മേ ബി ഈ BJP എന്ന് പറയുമ്പോൾ മിക്കപ്പോഴും സുരേഷ് ഗോപിയായിട്ട് കണക്ട് ചെയ്ത് എല്ലാവരും അതിനെ എടുക്കുള്ളൂ. സുരേഷ് ഗോപി നല്ലത് പറഞ്ഞിട്ടുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുള്ള ആൾ തന്നെയാണ്. കാരണം പേഴ്സണലി ഈ പറയുന്ന സുരേഷ് ഗോപി ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ ഇപ്പോഴും ചെറിയൊരു ഇഷ്ടം ബാക്കി നിൽക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സിനിമകളെന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിനെ കുറിച്ച് എന്തെങ്കിലും ഈ രാഷ്ട്രീയത്തിൽ നിന്ന് അപ്പുറത്തേക്ക് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും നമ്മളെ സംഖ്യയാക്കുന്ന ആൾക്കാരാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മണിപ്പൂരിൽ നരേന്ദ്രമോദി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അതായത് അവിടെ നടന്നിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഈ പറയുന്ന അദ്ദേഹം വന്നൊന്ന് കാണുകയോ ബാക്കി കാര്യങ്ങളോ അതിലോട് കാണിച്ചൊരു വിയോജിപ്പ്, അതിനെക്കുറിച്ച് കൃത്യമായിട്ട് എൻ്റെ വിയോജിപ്പ് രേഖപ്പെടുത്തിയ വ്യക്തിയാണ് ഞാനെന്ന് പറയുന്നത്. അപ്പം ഞാൻ ഈ പറയുന്ന BJPയെ പൊക്കിക്കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ എനിക്ക് നരേന്ദ്രമോദിയോട് കാണിക്കേണ്ട വിമർശനം അവിടെ നടത്തേണ്ട കാര്യമില്ല. അതിലപ്പുറത്തേക്ക് ബുൾഡോസർ രാജ് എന്ന് പറയുന്ന കഴിഞ്ഞ ദിവസത്തെ വാർത്ത എന്ന് പറയുന്നത്, അത് എത്ര പേര് ശ്രദ്ധിച്ചു നടത്തില്ല, അതിനെ കൃത്യമായി വിമർശിച്ചൊരു വ്യക്തിയാണ്. അവിടെയും എൻ്റെ പക്ഷം ഞാൻ കൃത്യമായി എൻ്റെ നിലപാട്, എൻ്റെ രാഷ്ട്രീയം ഞാൻ വെളിപ്പെടുത്തിയ ഒരു വ്യക്തിയാണ്. ഇനി ADMുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഇടതുപക്ഷം എടുക്കുന്ന നിലപാടുകൾ, അല്ലെങ്കിൽ ആശാ വർക്കേഴ്സിന്റെ കാര്യത്തിൽ ഇടതുപക്ഷം എടുത്തുള്ള നിലപാട്, അതിനെയും ശക്തമായിട്ട് വിമർശിച്ച, എൻ്റെ ഭാഷയിൽ വിമർശിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. ഇനി വയനാട്ടിൽ പല MP വരുന്നുണ്ട്, പല ആൾക്കാർ വരുന്നുണ്ട്, എന്നിട്ട് വന്യമൃഗ ശല്യം എന്തുകൊണ്ട് മുന്നോട്ട് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുന്നു, ഇതും സംസാരിച്ചൊരു വ്യക്തിയാണ്. ഇതെല്ലാം കൂട്ടിക്കൊഴിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ ഒരു രാഷ്ട്രീയത്തെ കൃത്യമായിട്ട് അളന്നെടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ സമ്മതിക്കണം.